ഹലോ ഫ്രണ്ട്സ്, ജംഗ്ലി ആക്ഷൻ ഹീറോ വിദ്യുത് ജംവാൽ നായകനായി എത്തിയ പുതിയ ഹിന്ദി ആക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ് ജംഗ്ലി. ഈ ചിത്രം അമേരിക്കൻ ഫിലിം മേക്കറായ ചക്ക് റസലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ജംഗ്ലി എന്ന ചിത്രത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് ഞാൻ നടത്തുന്നത്. ഞാൻ ഹിരൺരാജ് ആർവി. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. എൻ്റെ പുതിയ വീഡിയോസ് യഥാസമയം തന്നെ കാണാനും സാധിക്കും. അപ്പോൾ ജംഗ്ലിയിലേക്ക് എത്തിയാൽ ഒറീസയിലെ ഒരു എലഫന്റ് സാങ്ച്വറിയിൽ നടക്കുന്ന കഥയാണ് ജംഗ്ലിയുടേത്. മനുഷ്യരും ആനകളും തമ്മിലുള്ള ആത്മബന്ധവും ആശയവിനിമയവും ഒക്കെ മനോഹരമായി അവതരിപ്പിക്കുന്ന സിനിമ. മാത്രവുമല്ല, മനുഷ്യന്റെ ക്രൂരതകൾ, ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആനക്കൊമ്പുകൾക്ക് വേണ്ടി കാട്ടാനകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന മനുഷ്യന്റെ ക്രൂരതകളെ കുറിച്ചിട്ടും ഈ സിനിമ സംസാരിക്കും. പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, വിദ്യുത് ജംവാലിന്റെ തകർപ്പൻ ആക്ഷൻ കാണാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ജംഗ്ലിക്ക് ടിക്കറ്റ് എടുക്കാം. മനോഹരമായ കാടും കാട്ടാനകളെയും ഒക്കെ നമുക്ക് കാണാം. ഛായാഗ്രഹണവും ചിത്രത്തിൻ്റെത് ശ്രദ്ധേയമാണ്. പക്ഷെ അതിനും അപ്പുറം ഒരു സിനിമ എന്നുള്ള രീതിയിൽ ജംഗ്ലി വിലയിരുത്തപ്പെടുമ്പോൾ കുട്ടികൾക്കുള്ള ഒരു ഇടത്തരം അനിമേഷൻ മൂവി ആയിട്ടാണ് ഈ സിനിമ ഫീൽ ചെയ്യുന്നത്. സിനിമ അനിമേഷൻ അല്ല എങ്കിലും അത്തരത്തിലുള്ളൊരു ഫീലാണ് നമുക്ക് തരുന്നത്. അതിനും അപ്പുറം പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. സ്വച്ഛശാന്തമായ പ്രകൃതിയും പരസ്പരം സ്നേഹിച്ചു കഴിയുന്ന ആനകളും മനുഷ്യരും, നിറത്തോക്കുകളുമായി പാതിരാത്രിയിൽ ആനവേട്ടയ്ക്കിറങ്ങുന്ന വില്ലന്മാരും, തകർപ്പൻ ഫൈറ്റും ബൈക്ക് റേസും ഒക്കെയായി നമ്മളൊരു കമ്പ്യൂട്ടർ ഗെയിം ആസ്വദിക്കുമ്പോഴുള്ളൊരു ഫീലാണ് സിനിമ തരുന്നത്. രാജ് എന്ന കഥാപാത്രത്തെയാണ് വിദ്യുത് ജംവാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മുംബൈയിലെ വെറ്ററിനറി സർജനായി ജോലി നോക്കുന്ന രാജ് 10 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുകയാണ്. രാജിൻ്റെ നാട് ഒറീസയിലാണ്. രാജിൻ്റെ അച്ഛൻ ഒരു എലഫന്റ് സാങ്ച്വറി ഒറീസയിൽ നടത്തുകയാണ്. ഈ സാങ്ച്വറിക്കുള്ളിൽ തന്നെയാണ് രാജിൻ്റെ വീട്. വിദ്യുത് ജംവാൽ അവതരിപ്പിക്കുന്ന രാജ് എന്ന നായക കഥാപാത്രം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതോടുകൂടിയാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത് എന്ന് പറയാം. സിനിമ ഏതാണ്ട് പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത് ഈ എലഫന്റ് സാങ്ച്വറിയിലാണ്. മുംബൈയിലെ ഹോസ്പിറ്റലായിട്ട് മറ്റൊരു ലൊക്കേഷനും സിനിമയിലുണ്ട്. 2 പുതുമുഖ നായികമാരാണ് സിനിമയ്ക്കുള്ളത്. ആനപ്പാപ്പാനായി അവതരിപ്പിച്ചിരിക്കുന്ന പൂജ സാവന്തും ജേർണലിസ്റ്റായി വേഷമിട്ടിരിക്കുന്ന ആശാ ഭട്ടും. അതുൽ കുൽക്കർണിയാണ് സിനിമയിലെ വില്ലൻ. വളരെ ശ്രദ്ധേയമായ ഒരു അഭിനയമാണ് അതുൽ കുൽക്കർണി സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. തലൈവാസൽ വിജയ് സിനിമയിൽ കളരിപ്പയറ്റ് വിദ്വാനായ ബാബ എന്ന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നു. ജംഗ്ലിക്ക് മാർക്ക് ഇർവിനാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. മനോഹരമാണ് ക്യാമറ കാഴ്ചകൾ. സമീർ ഉദ്ദിനാണ് സംഗീതം. പശ്ചാത്തല സംഗീതം മികവ് പുലർത്തുന്നുണ്ട് സിനിമയിൽ. ജംഗ്ലി വിദ്യുത് ജംവാൽ നായകനായി എത്തിയ പുതിയ ഹിന്ദി ആക്ഷൻ അഡ്വഞ്ചർ മൂവിക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 2.75 ഔട്ട് ഓഫ് 5 ആണ്. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. ജംഗ്ലി നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ചിത്രത്തിന് റേറ്റിംഗ് നൽകാം. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി, മറ്റൊരു സിനിമാ വിശേഷവുമായി ഉടൻ തിരിച്ചു വരാം. അതുവരെ ബൈ.